ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലിയർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാന്യത്വത്തിന് സംപൂജമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധന ഉണ്ടായിരിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരായ എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിതേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യവും നന്മകളും നിറഞ്ഞ് മുടിചെടുക്കുന്ന സഭയങ്ങൾ അങ്ങേ നിരന്തര സ്തുതിക്കും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിനെയും നാഥന സൃഷ്ടാവാകും. പിതാമുതൽ പരിശുദ്ധാത്മാ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവേ, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീയരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാവ് രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞമാരത്തിന് സമർപ്പിക്കാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ.
വിശുദ്ധ സമൃദ്ധനായി വസിക്കുന്ന പരിസ്ഥിതി സത്രഹനം ബലവാനാമർത്തമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ ഇപ്പോൾ ഞങ്ങൾ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ഇസപ്പോലിസിലെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 13 മുതൽ 18 വരെ. സഹോദരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശു നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു. എന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 17 മുതൽ 27 വരെ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബദ്നിയ ജെറുസലേമിൽ നിന്ന് അടുത്ത് ഏകദേശം 15 സുദ്യോൻ ദൂരത്തിലായിരുന്നു. അനേകം യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ അവിടെ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനം ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി അവകാശിയായി തീരുകയും മരണം വഴി ഞങ്ങളുടെ സഹോദരനെ നിത്യസൗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. വിശ്വാടി പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഉദാൻ പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ വിശ്വാടി ഉയർപ്പിന് പങ്കുവരാക്കണമെന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. വിശ്വായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിത്യ പ്രാപിച്ചവരും ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭത്തിൽ നീതിമാന്മാർക്ക് വാക്കപ്പെട്ട് സുരാജ്യത്തിൽ നിത്യജീവനോടെയാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങൾ അപേക്ഷിക്കുപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അങ്ങയുടെ കൃപാ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവർ നിത്യമഹത്വം മണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവിനും സർവേശ്വരായ എന്നേക്കും.
അങ്ങയുടെ ആരാധ്യമാതൃകൾക്ക് എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മ ആചരിക്കൽ വിശുദ്ധ തന്റെ കൃപയാലും അനുഗ്രഹത്താൽ തന്റെ കുർബാനക്കരങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ കർത്താവായ ദൈവനുസരിച്ച് വിശുദ്ധയുടെ സ്വർഗത്തിൽ മഹത്വപൂർണ്ണമുണ്ടാകുന്ന ആത്മനം വരെ അടുത്ത വിശുദ്ധ സ്ഥിതവും പരിശുദ്ധവും ജീവിതം ദൈവികമായി സ്വീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താതനുമതുപോ ആത്മജനം ദിവ്യ രുഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മായോസേപ്പിനെയും സാദരമൂർത്തിയിട പവനം ഈ ബലിയിൽ ആദിയിലേക്കോ എന്നേക്കും. ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരല്ല വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതർ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊല്ലുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. കർത്താവായ ദൈവിക വിശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടു കൂടി വാക്കുകൾ സാക്ഷിയോടുകൂടി അതിവിശുദ്ധ ഭക്തിയോട് ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ ബലിപീഠത്തിന് മുൻപായി നിങ്ങൾ അനുഗ്രഹിക്കണമേ. ആധ്യാത്മാനുഷ്യമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിച്ച് നമ്മളെ ശക്തരാക്കട്ടെ. കർത്താവെ ആശ്രയിക്ക് വേണ്ടി സഹോദരി ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. ഞങ്ങൾക്കും ലോകത്തിനു വേണ്ടി നീപ്പിൽ അവിടെ സംപ്രീതനാകുകയും ചെയ്യട്ടെ. ഞങ്ങൾ കർത്താവായ ദൈവം ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകുവാൻ എളിയവരും പാപിലുമായിരുന്നു ഞങ്ങളങ്ങ് കാരുണ്യത്തെ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനത്തിന് സ്നേഹത്തോടെ മുറച്ച വിശ്വാസത്തോടു കൂടി പരികർമ്മം ചെയ്ത് ഞങ്ങൾ ശക്തരാക്കി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് ബഹുമാനത്തിനും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്ക് എല്ലാവർക്കും ദാവത്തിന് വിശുദ്ധ പറയും. അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാൻ നിങ്ങൾ ആദ്യം അവിടുത്തെ അന്വേഷിക്കുന്നവരെ സൂക്ഷിക്കുകയും ഭക്തിജനകമായ ദിവരഹസ്യങ്ങൾ പുതാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥ വഴി സമാധാന സമർപ്പണമാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശത്രായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടി. കർത്താവ് ശക്തനാദ്യം ബലഹീനന്റെ ദേവം സഹായിക്കുന്ന ബഹുമാനത്തിലും ഈ സമൂഹത്തിൽ നന്മയ്ക്കുമായി സജീവ വിശുദ്ധമായി ബലത്തിൽ അർപ്പിക്കുവാൻ അങ്ങനെ അനുഗ്രഹം ചെയ്യണമേ. സകലത്തിനെയും നാഥായി നയിക്കും. കർത്താവിന്റെ ശരീരം രക്തത്തിന്റെ പാപങ്ങൾ നിയോഗിനാക്കി അപ്രകാരം സംരക്ഷിക്കുവാൻ യോഗ്യനാക്കണമേ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും
ഊഹാത്തൻ സഹവാസമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവതൻ ദൈവമി നിത്യൻ ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. പിതാപുത്രനും പരിശുദ്ധാത്മ സർവേശ്വരത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആഗ്രഹങ്ങളും സ്തുതിയും എല്ലാ നാവുകളും നിരന്തരതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തിൽ മതസകലത്തെയും കൈവിടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിൽ ഒരാളെ മറ്റൊരു കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസിനായിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേക്കുമ്പറ്റ് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളും സ്വർഗീയ സൈന്യങ്ങൾ അങ്ങനെ നാം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഭൂപന്മാരും സഭന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്കൊരു ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ഛസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവ് വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങേ പറഞ്ഞിരിക്കുന്ന ആത്മജാതം അങ്ങയുടെ സദൃശനും അങ്ങയുടെ പ്രകാശന സത്യപ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എങ്കിലും പ്രിയപ്പെട്ട ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങൾ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും കർത്താവിൽ ഞാൻ കൽപ്പിച്ചതുപോലെ ബലഹീനമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്നെ പ്രകാശം കഴിയാത്തത് മാത്രമല്ല അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവങ്ങൾ പങ്കുകാരാക്കുവാൻ നിങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കും. അത് പ്രതിഷ്ഠയെ സംബന്ധിക്കുകയും മുദ്രാജ്ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ സംബന്ധമായ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനത്തിനും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവ പ്രധാനാചാര്യനും സാർവത്രിക തലവൻ ഭരണാധികാരിമാർ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മിത്രാപൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അൽബർട്ട് മിത്രാപൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മറ്റു മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതാത്മാപേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും കർത്താവേ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി വർദ്ധിച്ച നീതിമാന്മാർക്കും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തെ വേർപിരിഞ്ഞു ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഞങ്ങളോട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജെസ്സി ചേച്ചിക്ക് വേണ്ടിയും ഫെർണാണ്ടീസേട്ടന് വേണ്ടിയും ജോസളിന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യപൂർവ്വം പ്രത്യാശം കാത്തിരിക്കുന്ന ഈ എളിയ ജനത്തിന് വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം നിങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിന്റെയും അഗ്നികാമനത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരും പാവന സ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധമായ കൃപയെ സംജാതമാക്കണമേ. ജീവിതകാലം ഒഴുങ്ങിയ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചതും ഉപവാസങ്ങൾ എല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവിതായകന്മാർ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാലകന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവൻ ജീവിതായകന്മാർ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമെന്ന ഐക്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിയുടെയും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി പുത്രന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥലക്ഷ്യമായ ഈശ്വമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിനും സ്ഥാനത്തിന്റെയും മകനെയും ഭയഭക്തിയും പരിശുദ്ധവും ജീവിതായകവും ദൈവീകമായ രസത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരട്ടെ. എന്റെ അവിടുന്ന് ആവശ്യത്തിലേക്ക് പോകത്തിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പൊട്ടിയും പാപങ്ങളുടെ മോചനത്തിനും ഭരിച്ചവരുടെ എല്ലാവരും പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും വന്നിച്ച് രാജ്യത്തിനുള്ള ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അംഗീകരിക്കുകയും കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകം എന്ന നാമത്തിൽ സ്തുതിയും ബഹുമാനത്തിനും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. താവായ ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതരും പരിശുദ്ധവും ചെയ്ത ദൈവികമായ രസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവേ നാമത്തിൽ സ്തുതിയും നാഥനും ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകമായി അപ്പസ്വരത്തിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സമീപിക്കുന്നു. അങ്ങനെ കേൾക്കുന്ന കർത്താവ്
വിശ്വാസപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവീശം ശരീരപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമ്മുടെ കർത്താവീശം പാപമോചനം മനഃപൂർവ്വം വിശ്വാസപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീക്കും. സത്യവും പരിശുദ്ധവും ചെയ്ത ദൈവികമായ രഹസ്യങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ആരാധ്യ മഹനീയ നാമത്തിൽ അത്തിരിക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും കളത്തിലൂടെ പരസ്പരം യോജിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളും വിശുദ്ധഭക്തികൾക്കെല്ലാവർക്കും ഈ രഹസ്യങ്ങൾ വഴി കടങ്ങളുടെ പൂർത്തിയും പാപങ്ങളുടെ മോചനവും ഉയർന്ന പ്രത്യാശയും രാജ്യത്തിൽ നാം വായിച്ചു ലഭിക്കുമാറാട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവേ, ഈശ്വരൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുതാപൂർവ്വ ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപത്തെക്കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ടും സഹോദരങ്ങളുടെ തെറ്റ് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൽ നാഥനായ ദൈവത്തോടെ കൃപയും പാപവും രക്ഷയും പ്രാപിക്കുകയും ചെയ്യാം. കർത്താവ്, ഞങ്ങൾ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളോട് ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവ്, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവ്, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പുറത്തിരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവ്, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഇപ്പോഴും മറ്റും ദിവസം പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാര്യം ക്ഷമിക്കണമേ. മഹോന്നതയുമായ രാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങൾ അതിങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാര്യം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുകയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് വിളിച്ചു അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവ് ശക്തനായ ദൈവമേ, സർവ്വേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവിനെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്ക് സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിപ്പിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരണവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ഈ നടന്ന വിശുദ്ധ കൃപാവരം അവിടുത്തെ കാലത്ത് നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ.
സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതി നാഥാ, നിത്യം ആരാധനാ സ്തുതി നാഥാ. ഞങ്ങളെ ജീവിതായകവും ദൈവികമായ രസം പങ്കുചേരുവാൻ കാര്യപുരം അങ്ങ് ഞങ്ങൾ യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിനെ ഇപ്പോൾ സ്തുതി ബഹുമാനത്തിന്റെ തട്ടിയും ആരാധന സമയം ഞാൻ കടപ്പെട്ടവരാകുന്നു. പിതാവ് മുതൽ പരിശുദ്ധാത്മാ സർവേശ്വരനേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശമിഷ്ടായി അമർത്തത്തിൽ ആവശ്യമായ കുർബാന വഴി നിങ്ങൾ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും നിങ്ങൾ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞാൻ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആമേൻ. നാഥാ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊല്ലു നീ. നിൻ തിരുരക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും ആമേൻ. വാഗ്ദാനം നരനീകി നീ സ്വർഗം നേടിടും ഒരു നാളിൽ. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ ഉണരട്ടെ. അവരുടെ സ്മരണയുണർത്തിടുമേ. ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിലകർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇതിൽ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാട്ടി. ഇനി ബലി അർപ്പിക്കാൻ ഞാൻ ഒരുമയില്ലയോ എന്ന് അറിഞ്ഞുകൂടാ. മരിച്ചു അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവെ, കരുതുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്ന ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷ നിന്റെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥന്റെയും പിതാമത്തിനും പരിശുദ്ധാത്മാവും സർവേശ്വര. എന്റെ കർത്താവ്, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലമ്പാകെ കർത്താവ് ഞാൻ ആശ്രയിച്ചു. കർത്താവെ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അത് താൻ ഞങ്ങൾക്ക് ഉത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശം നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താഹകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും ഔരാന്റെ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തോരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദരിൽ ജീവനുദിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുമാമീ തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയായ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവിന്റെ കരുണകൾ എനിക്ക് മികുന്നുള്ളത്. യാതൊരു പാപങ്ങൾ മായ്ച്ചോലും ചെയ്യുമാറാകട്ടെ. മഹനീയമാൻ സഹായിക്കുമാറാകട്ടെ. ഇവന്റെ മരണത്തിന് നാഥനും നിത്യം പിതാമത്തിനും പരിശുദ്ധാത്മാവ് സർവേശ്വര. കർത്താവിന്റെ ആകാശത്തിൽ ഭൂമിയിലെ സ്ഥിതനാഥനാണ് വേണ്ടുകാരൻ ആത്മാവിന് പ്രത്യാശ നീയാവും. ഇവന്റെ മരണത്തിന് നാഥനും നിത്യം പിതാമത്തിനും പരിശുദ്ധാത്മാവ് സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും വലിയനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാനോഹബ്രാഹം ഇസഹാക്ക് യാക്കോബ് മഹിതാശേർദൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. പുരുവത്സലരാം സ്ത്രീകരും ഒരുപോൽ വിനയാൻവിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. മരിച്ചേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടി. ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. ഞാൻ വിളിക്കുന്നു, മരിച്ചേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവിന്റെ പാപലാർത്തിണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം എന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവൻ കാത്തിരുന്ന കാവൽക്കാരെ പോലെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവൻ കാത്തിരുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷ്യം അവന്റെ പക്കലാകുന്നു. ഇസ്രായേൽ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. സജീവൻ ജീവിതായും ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതി ദിവസത്തിൽ നിന്റെ ദാസൻ ആൻഡോയെ വിളിക്കുകയും നിന്റെ വളർത്തു പാത്രത്വം ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവരും കരുണ നിറഞ്ഞവൻ നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിനെ നാഥന്റെ പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര. കർത്താവേ ആമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവ് മരിച്ചത് കാരണം ജീവിപ്പിക്കണം, ജീവിക്കുന്നത് ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ മഹിമയോട് ഏൽപ്പിക്കണമേ. ഇവന്റെ മരണത്തിന് നാഥന്റെ പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര. ആമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സ്ഥലത്തിന് നാഥൻ ദൈവമായ മിശിഹായിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഖലയിൽ പ്രത്യക്ഷനാവുന്ന സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയ കബരിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരി ജെസ്സിയെ, ചിന്നെ, ഫെർണാണ്ടീസിനെ, ജോസിനെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിന്റെ കൃപയും അനുഗ്രഹത്തിന്റെ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ